മിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെയാണ്. നാദർഷിക മിന്നാ മിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം സ്വാഗതം. കുപ്പുസ്വാമി സർ ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ജഡ്ജസ്. Once again, welcome to Minna Mininga, powered by Lakshmi Jewelry and celebrated by Eastern. അപ്പോൾ മിന്നാ മിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദ്യ കണ്ടസ്റ്റന്റ് കൃതികയാണ്. ഓണം റൗണ്ടിലാണ് കൃതിക എത്താൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കൃതികയെ. കൃതിക ചേച്ചി ഓണമായിട്ട് അടിമുടി തിളങ്ങുകയാണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം. സൂപ്പർ പാട്ട്, നല്ല പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. നന്നായിട്ട് പാടും. താങ്ക് യു ചേച്ചി. ഓക്കെ. മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളി തിന്നേ പോ. പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാത്തിയ കന്നി പൂമകൾ വേണം.
മഞ്ഞിനും വെയിലിതു മുഴുവനും ഏൽക്കണതാരോ ആയില്യം കാവിനു വേലെ പൂരവുമുണ്ടേ നീ എന്റെ കുഞ്ഞി കുയിലെ കൂടി വരില്ലേ ഇല്ലെന്നോ മിന്നും പൊന്നും കൈവളകാതില ചാട്ടാനിന്നു പൊട്ടെന്തിനു പൊന്നല്ലേ നീ പൊൻകുടമല്ലേ എന്റെ പൊൻകുടമല്ലേ പൂവേണം പൂപട വേണം പൂവിളി വേണം കൂടാരം ചാട്ടിയ കന്നി പൂമകൾ വേണം കൃതിക ചേച്ചി, ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഒരു ഓണപ്പാട്ട്, നല്ലൊരു പാട്ടായിരുന്നു. അപ്പം ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങള്. പൂ പറിക്കും, ഓണപ്പൂക്കളോടും. പൂ പറിക്കാൻ പോവോ? ഓ പോവും പോവും. സിറ്റിയിലാണോ വീട് അതോ? സിറ്റിയിൽ തന്നെയാണ്, പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്ത് കുറെ ഗാർഡൻസും പൂക്കളും എല്ലാം ഉണ്ട്. അവിടെ നിന്നൊക്കെ പൂ പറിക്കാൻ പോവും. അപ്പൊ കഴിയാവുന്നതും മേടിക്കാണ്ട് നോക്കിയിട്ട് അടുത്തുള്ള പൂക്കളൊക്കെ പറിക്കും. പിന്നെ പൂക്കളോടും പിന്നെ അമ്മയുടെ സദ്യ, അങ്ങനെ പിന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കും. ഓക്കെ. അപ്പം എന്തായാലും എല്ലാ മേഖലകളിലും ഓണത്തിന്റെ എല്ലാ കാര്യങ്ങളും, അത്തപ്പൂക്കളവും സദ്യയും ഒക്കെ ആയിട്ട് തന്നെ ഓണം ആഘോഷിക്കാറുണ്ടല്ലേ? ശരി, അപ്പൊ ഇനി നമുക്ക് പാട്ടിന്റെ കാര്യം ചോദിക്കാം. നാദർഷക്ക, നല്ല രസമുണ്ട് മോളുടെ കോസ്റ്റ്യൂമും മോളുടെ ചിരിയും. പിന്നെ എന്താ പറയുക, ഒരു പാട്ട്, ഈ പാട്ട് വളരെയധികം നൊസ്റ്റാൾജിയ നമുക്ക് തരുന്ന ഗാനമാണ്. ഭരതൻ സാറിൻ്റെ മനോഹരമായ സിനിമയിലെ മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ വിഷ്വൽസ് ശരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും അതിൽ പാർവതി ചേച്ചിയുടെ പിന്നെ വേണിച്ചേട്ടനും ഒക്കെ ആയിട്ട് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം സിനിമ അതല്ലേ? ജോൺസൺ ചേട്ടൻ്റെ സംഗീതം. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മനോഹരമായ ഗാനത്തിൻ്റെ ഒരു വീണ്ടും ഇവിടെ ഈ വേദിയിൽ മോൾ ഒരിക്കൽ കൂടി ആ ഓർമ്മകൾ തന്നതിന് സന്തോഷം. നന്നായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി കേട്ടോ, ആസ്വദിച്ച് പാടി. ഓർക്കസ്ട്രേഷൻ ഗംഭീരമായിരുന്നു. കാരണം അവർ വളരെ, എനിക്ക് അത് ശരിക്കും അതിൻ്റെ കോറസും എല്ലാം ഉള്ളതാണ്. അതെല്ലാം വരുൺ ഫ്ലൂട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ട് കീബോർഡും ലൈവ് വായിക്കും. സാധാരണ ഫീഡ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട്. ഇത് ലൈവ് ഓർക്കസ്ട്ര ഇത്രയും കൃത്യമായിട്ട്, ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു ക്ലാപ്സ് നമ്മുടെ എല്ലാവരുടെയും. താങ്ക് യു അക്ക. കുപ്പുസ്വാമി സർ. കൃത്തിക നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായി. ഗുഡ്, വെരി ഗുഡ്. നല്ല വായ്സ്, കിട്ടാണ് തന്ന വായ്സ്. ചിത്രാമ്മ വായ്സ് പോലെ நல்ல ஸ்வீட்டான வாய்ஸ். அது நல்லா கொண்டு வந்து நல்லா ப்ராக்டிஸ் செஞ்சு நீ பெரிய பாடகியாக வரும். அதே அதே எந்த ஆசீர்வாதம். நீ பெரிய பாடகியாக வரும் பின்னாடி. எந்த ஆசீர்வாதம். നന്നായിട്ട് പാടി. താങ്ക് യു സർ. മഹതി മാം. കൃതിക നന്നായി പാടി. കൃതിക നല്ല ഒരു സോങ് സെലക്ഷൻ. കൃതികനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓർക്കസ്ട്ര വണ്ടർഫുൾ ആയിരുന്നു. സോ എല്ലാം കൂടിയിട്ട് ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി സോങ്ങിന്. നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. കൃതിക ഒരു കാര്യം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുമ്പ് കൃതിക പാടുമ്പോൾ ഐ തിങ്ക് കുറച്ച് ഫ്യൂ സ്കെഡ്യൂൾസ് മുമ്പ് കൃതിക പാടിയിരുന്ന സമയത്ത് ബോൾഡായിട്ടുള്ള പാട്ട് നമുക്കൊന്നും പ്രശ്നമില്ല. ബിക്കോസ് വോയിസിൻ്റെ ത്രോ നമ്മൾ കുറവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലത്തെ പാട്ടുകളിൽ കൃതിക വോയിസ് ത്രോ കുറവാക്കാണ്ട് ഫോൾസിറ്റോയിൽ കംപ്ലീറ്റ് പാടുമായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒറിജിനൽ വോയിസിൽ ആ റേഞ്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഇറ്റ്സ് എ വെരി ട്രിക്കി ജോബ്. നല്ല ബ്രെത്ത് കൺട്രോൾ. ആ ലാസ്റ്റ് വരി പാടാൻ ഇത്തിരി ഓവർ ഷൂട്ടായി പോയി രണ്ടാമത്തെ ചരണം. ദാറ്റ്സ് ഓക്കെ, ബട്ട് വണ്ടർഫുൾ. ഐ തിങ്ക് ഫോർ എ ലൈവ് പെർഫോമൻസ് ഇറ്റ് വാസ് എക്സ്ട്രോർഡിനറി സിംഗിങ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. കൃതിക ഹാപ്പി ആയോ? ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ശരി, നാദർഷക്ക, ഔട്ട് ഓഫ് 30 എത്ര മാർക്ക് വേണം മോൾക്ക്? പറയ്. ഇഷ്ടമുള്ളതാ? 29.
താങ്ക് യു അക്ക. കുപ്പുസ്വാമി സർ. 29. താങ്ക് യു സർ. മഹതി മാം. ഞാനും അതെ 29. താങ്ക് യു ജഡ്ജസ്. കൃതിക 90-ൽ 87 മാർക്സ് കിട്ടി. ഓക്കെ, നല്ല മാർക്സ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഇനി വരാൻ പോകുന്നത് നല്ലൊരു തകർപ്പൻ പെർഫോമൻസ് ആണ്. ഉത്സവം റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം മനോഹരങ്ങളായ നല്ല അടിപൊളി ഗാനങ്ങളാണ് ഉത്സവം റൗണ്ടിൽ വരുന്നത്. സുരേഷ് ആണ് നമുക്ക് വേണ്ടി ആ നല്ല ഗാനം പാടാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സുരേഷിനെ. സുരേഷ്, ഉത്സവം റൗണ്ട് ആണ്. അപ്പം അതിന് പറ്റിയൊരു കോസ്റ്റ്യൂമാണ്. ഇപ്പം ഇവിടെ മിന്നാമിനിങ്ങിന്റെ വേദിയിൽ ഇപ്പം നമ്മുടെ റിയാലിറ്റി ഷോ ആണ്, പാടുന്നുണ്ട്. അതല്ലാതെ സ്റ്റേജിലല്ലേ കൂടുതൽ സുരേഷ് പാടുന്നത്, പെർഫോം ചെയ്യുന്നത് അല്ലേ? ഈ സ്റ്റേജ് ഷോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും അബദ്ധം പറ്റുമോ, അതല്ലാതെ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സ്റ്റേജിൽ നിന്നൊരിക്കൽ ഡൈവ് ചെയ്യുമ്പോൾ അറിയാതെ പുറത്തേക്ക് വീണു പോയിട്ടുണ്ട്. എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? പടയണി എന്ന ഒരു ഉത്സവ പാട്ടാണ് ഞാനിവിടെ പാടുന്നത്. ഓക്കെ, നന്നായിട്ട് പാടും. താങ്ക് യു. ഓരോരോ മാമലമേ നിന്നേ ഓരോരോ മരുത വന്നേ കൈലാസ മാമലമേ നിന്നേ താളകേശി മരുത വന്നേ ഒന്നാം ഞാറോക്കില ചോറിങ്കൽ വരിക ഒരു 100 കോണില ഭൂത പിശാചേ ഒന്നേ കാളം ഒന്നേ തീരി 1.5 കോണില ബലിയുണ്ടു പോകാ രണ്ടാം ഞാറുക്കില ചോറിങ്കൽ വരിക 2.5 കോണില ഭൂത പിശാചേ രണ്ടേ കാളം രണ്ടേ തീരി 2.5 കോണില ബലിയുണ്ടു പോകാ മൂന്നാം ഞാറുക്കില ചോറിങ്കൽ വരിക 3.5 കോണില ഭൂത പിശാചേ മൂന്നേ കാളം മൂന്നേ തീരി 3.5 കോണില ബലിയുണ്ടു പോകാം ഓരോരോ മാമലമേ നിന്നേ ഓരോരോ മരുത വന്നേ കൈലാസ മാമലമേ നിന്നേ കാളകേശി മരുത വന്നേ കാഞ്ഞിരമാലയണിന്തവൾ നീയെ കാഞ്ഞിരതേൽ കുടികൊള്ളുവൾ നീയെ കാഞ്ഞിരമാലയണിന്തവൾ നീയെ കാഞ്ഞിരതേൽ കുടികൊള്ളുവൾ നീയെ തന്നാരേ നാരേ നാരേ തന്നാരേ നാരേ നാരേ തന്നാരേ നാരേ നാരേ തന്നാരേ നാരേ നാരേ കാഞ്ഞിരമാലയണിന്തവൾ നീയെ കാഞ്ഞിരതേൽ കുടികൊള്ളുവൾ നീയെ കാഞ്ഞിരമാലയണിന്തവൾ നീയെ കാഞ്ഞിരതേൽ കുടികൊള്ളുവൾ നീയെ തന്നാരേ നാരേ നാരേ തന്നാരേ നാരേ നാരേ നെറ്റിയിൽ ചന്ദനം തൊടുവവൾ നീയെ മഞ്ഞളരി പൊടി ചാറ്റവൾ നീയെ നെറ്റിയിൽ ചന്ദനം തൊടുവവൾ നീയെ മഞ്ഞളരി പൊടി ചാറ്റവൾ നീയെ
വലങ്കയിൽ കൊള്ളുവവൾ നീയെ ഒഴിയിടങ്കയിൽ കൊള്ളുവവൾ നീയെ നാനാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ കുറ്റിയിൽ തീരം കുട്ടിപ്പവൾ നീയെ ഉടകൊണ്ടു മാലയണിന്തവൾ നീയെ കുറ്റിയിൽ തീരം കുട്ടിപ്പവൾ നീയെ ഉടകൊണ്ടു മാലയണിന്തവൾ നീയെ നാനാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ ഒളിയൊരായിരം കൊള്ളുവവൾ നീയെ ഉളവിയൊരായിരം കൊള്ളുവവൾ നീയെ ഒളിയൊരായിരം കൊള്ളുവവൾ നീയെ ഉളവിയൊരായിരം കൊള്ളുവവൾ നീയെ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാരേ രാരേ രാരേ തന്നാനേ നാനേ നാനേ തന്നാനേ നാനേ നാനേ തന്നാനേ നാനേ നാനേ തന്നാനേ നാനേ നാനേ തന്നാനേ രാരേ രാരേ 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 മാമലമേ ഉമയിരുന്ന കാലമെല്ലാം ഉമയാമ്പകപതിക്ക് ഇടിവെച്ചിട്ടിളകിടും ആറുപോലെ തോടുവെട്ടി ഒട്ടക തോരിലയുമിട്ട് കുന്നുപോലെ ചോറുകൂട്ടി ഉടത്തോടെ നെയ്യൊഴിച്ച് നിനക്കിട്ട ചോറ്റിനകത്ത് എന്തുണ്ടെന്റെ കുട്ടി പിശാച് നിനക്കിട്ട ചോറ്റിനകത്ത് ആമയുടെ തലയുമുണ്ട് ആമയുടെ തലയുമുണ്ട് കോഴിയുടെ കുടലുമുണ്ട് ആമയും വരാലുമായി കഴകിനോടെ ഊട്ടവേ ഞാൻ നിന്നെ ഈത കള്ളു പിശാച് കൊണ്ടൊഴിക കള്ളു പിശാചും പോന്നൊഴിക ഉള്ളു പിശാചും പോന്നൊഴിക കള്ളു പിശാചും പോന്നൊഴിക ഉള്ളു പിശാചും പോന്നൊഴിക ഒന്നൊഴിക കൊണ്ടൊഴിക ഇവളെ നീ ചേർന്നൊഴിക ഒന്നൊഴിക കൊണ്ടൊഴിക ഇവളെ നീ ചേർന്നൊഴിക ഒന്നൊഴിക കൊണ്ടൊഴിക നീ ചേർന്നൊഴിക ഒന്നൊഴിക ഒന്നൊഴിക ഇവളെ നീ ചേർന്നൊഴിക ഒന്നൊഴിക ഒന്നൊഴിക ഇവളെ നീ ചേർന്നൊഴിക ഒന്നൊഴിക ഒന്നൊഴിക ഇവളെ നീ ചേർന്നൊഴിക സുരേഷ്, ഈ ലങ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോഞ്ച് പോലെയാണെന്നൊരു ഫേമസ് ഒരു പരസ്യമുണ്ട്. എനിക്ക് സംശയമുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തലയൊക്കെ ഇങ്ങനെ ബെലി ഡാൻസേഴ്സിനെ പോലെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഇടയ്ക്ക് കാണാൻ പറ്റി. അതിനുശേഷം പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു ഇടയ്ക്കൊരു ഗ്യാപ്പ് കാണുന്നു. ഒരു ഗ്യാപ്പും ഇല്ലാതെ വീണ്ടും പെട്ടെന്ന് പാടി. ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണോ? ഓ, സ്റ്റേജിൽ ചെയ്തിട്ടുള്ളൊരു സ്റ്റേജിൽ ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇത് പ്രയാസം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്? അതോ അത് പിന്നെ ഇങ്ങനെ ചെയ്ത് അതങ്ങനെ ശീലമായതാണോ? കുറച്ച് ചെയ്ത് ആയതാണ്. പിന്നെ അത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാണ് അല്ലേ? ഓക്കെ, അപ്പം ഇനി ഇന്ന് ഇപ്പൊ പാടിയതിന്റെ കമന്റ്സ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സർ. സുരേഷ് സാർ, എന്താണൊരു പാട്ട്, ജീവനുള്ള പാട്ട്, ഡിവൈൻ വേവ്സ് നിറഞ്ഞുന്ന പാട്ട്. താങ്ക് യു സാർ. ഈ പാട്ട് ട്രഡീഷണലായി വന്നത്. യെസ്, ഐ ഫീൽ ഈ പാട്ടിൽ ഒരു വിശേഷം ഞാൻ കണ്ട് ഉണർന്ന് നിങ്ങൾ പാടുമ്പോൾ അത് ഞാൻ മീനിങ് അറിഞ്ഞിട്ടല്ല, ബട്ട് അതാണ് പാട്ടിൻ്റെ ഒരു ഡിവൈൻ വേവ്സ് ആണത്. நம்மிடமில்ல ஒரு நம்மை தாக்க வந்துள்ள மோசமான ஒரு விஷயங்களை விரட்டுന്ന ഒരു വേവ്സ് ആണ് இந்த പാട്ടിലുണ്ട്. ഞാൻ ഒന്നുന്നത് അതാണ് നിങ്ങൾ എന്താ ആവേശപ്പെട്ട് പാടുമ്പോൾ ഒരു നല്ല ഡിവൈൻ വേവ് കിടച്ചു. പാട്ട് നല്ലായിട്ട് പാടി, നല്ല കുരൽ നല്ലായിട്ട്, നല്ല ആവേശമുണ്ടായി, നല്ല രസമുണ്ടായി, നന്നായിട്ട് പാടി. ഗുഡ് സുരേഷ്, നൈസ്. താങ്ക് യു സാർ. താങ്ക് യു സർ. മഹതി മാം. സുരേഷ് നന്നായി പാടി. താങ്ക് യു. സുരേഷിന് വയ്യായ്മയുണ്ട്, ത്രോട്ടിന് സുഖമില്ല, എനർജി ഇല്ല. പക്ഷെ എന്തായിരുന്നു കണ്ടത്? ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. റിതം ആ 7/8 മാറിയപ്പോൾ സുരേഷിൻ്റെ
എന്താ പറയുക, ബ്രെത്ത് കൺട്രോൾ ഒത്തിരി പ്രശ്നമായിട്ട് നിൽക്കുമായിരുന്നു. കുറേ വാക്കുകൾ സുരേഷ് ഇങ്ങനെ ഗ്യാസ്പ് ചെയ്ത് പാടുമായിരുന്നു. ഓക്കെ, പിന്നെ അത് ഒന്നും കൂടി ഫാസ്റ്റ് ആയപ്പോൾ അതൊന്നും കൂടി പ്രശ്നമായി. ആൻഡ് വരിക എന്ന് പറഞ്ഞൊരു വാക്ക് കോറസും സുരേഷും കൂടി പാടുന്നുണ്ടല്ലോ അല്ലേ, അത് അവരുടെ പാട്ടിന് പാടുന്നു, സുരേഷിൻ്റെ പാട്ടിന് പാടുന്നു. അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ ടെമ്പോ ഇത്രയും കൂടി നമുക്ക് കോൺഷ്യസ് ആയിട്ട് സുരേഷിനത് ഇത്തിരി വലിച്ചു പിടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒത്തിരി അങ്ങോട്ട് ആവശ്യം മൊത്ത് കയറിപ്പോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. ഇത്രയും വയ്യായ്മ വെച്ച് ഇത്രയും പെർഫോം ചെയ്തത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നാദർഷിക. നന്നായിരുന്നു സുരേഷിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ മറികടന്നിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ആ പാട്ടിൻ്റെ ഇതിനു മുമ്പ് സുരേഷ് പാടിയിട്ടുണ്ട്. ഈ പാട്ട് പാടാറുണ്ടല്ലേ? അതാണ് സ്ഥിരം പാടുന്ന പാട്ടുകളുടെ ആ ഒരു ഈസിനെസ് ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു. അങ്ങനെ വേറെ ഏതോ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവസാനം ഇങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള സമയത്ത് കോൺഫിഡൻസ് ഉള്ള പാട്ടുകൾ പാടാന്ന് പറയുന്നതാണ് ബുദ്ധി. നമ്മൾ സ്റ്റേജിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം ചില പാട്ടുകൾ നമ്മൾ ഒരു പാട്ട് പാടാൻ വേണ്ടി പെർഫോം ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുന്ന സ്ഥലത്ത് പരീക്ഷണം നടത്തരുത്. ഒരിക്കലും ഒരു പരീക്ഷണത്തിന് അവിടെ നിൽക്കരുത്. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒരു കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും ഇയാൾ എപ്പോഴും നോക്കിയാലും ഈ പാട്ട് തന്നെ പാടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അത് തന്നെ നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള പാട്ടുകൾ പാടുക. അതാണ് ഇപ്പോൾ സുരേഷ് ചെയ്തത്. അതാണ് സുരേഷിനെ രക്ഷിച്ചത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുരേഷ് ഹാപ്പി ആയോ? സന്തോഷമായി അല്ലേ? അപ്പം ആ ബ്രീതിങ് ഒക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെയൊക്കെ പോകാൻ പറ്റട്ടെ. അതിന് മുമ്പ് നമുക്ക് ആശംസ പറയുന്നതിന് മുമ്പ് മാർക്സ് ചോദിക്കാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 28 തരാം. മഹതി മാം. സുരേഷ് 28. താങ്ക് യു മാം. നാദർഷിക 28. താങ്ക് യു. അപ്പോൾ സുരേഷ് 90-ൽ 84 മാർക്സ് ആണ്. നല്ല മാർക്സ് കിട്ടി. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ പോവാം. ഓക്കെ, അപ്പം മിന്നാമിനിങ്ങിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് സ്വാതിയാണ്. പ്രകൃതി റൗണ്ടിലാണ് സ്വാതി എത്താൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാതിയെ. സ്വാതി, പ്രകൃതി റൗണ്ടാണ്. പക്ഷെ പ്രകൃതിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു കോസ്റ്റ്യൂമാണ്. സ്വാതി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. എന്താണ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരു വ്യത്യാസമായിക്കോട്ടെ എന്നാണോ? അതുകൊണ്ട് ഓക്കെ. അപ്പം സ്വാതി, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വാതിയുടെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഈ മിന്നാമിനിങ്ങിന്റെ വേദിയിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു തരും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുതെന്നൊക്കെ പറയും? കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കണമെന്ന് പറയും, പെർഫോം ചെയ്യണമെന്ന് പറയും. പിന്നെ അത് ഹസ്ബൻഡിനെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ മാമൻ. അപ്പം എന്തായാലും ആ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് തെക്കന്നം പാറി നടന്നെന്നും ഒരു പാട്ട്. ശരി, നന്നായിട്ട് പാടും. തെക്കന്നം പാറി നടന്നേ വടക്കന്നം ഒരു ഞാലാണേ. തെക്കന്നം പാറി നടന്നേ വടക്കന്നമൊരു ഞാലാണേ. ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതിക്കാറ്റ്. കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും ആടിക്കാർ മുകിലിനയാട്ടും തിരുതകൃതിക്കാറ്റ്. തെക്കന്നം പാറി നടന്നേ വടക്കന്നമൊരു ഞാലാണേ. ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതിക്കാറ്റ്. കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും ആടിക്കാർ മുകിലിനയാട്ടും തിരുതകൃതിക്കാറ്റ്.
തിരുതകൃതി തിരുതകൃതി കാറ്റ് തെക്കന്നം പാറി നടന്ന് വടക്കന്നമൊരു ഞാലാണ് ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതി കാറ്റ്. പുഞ്ചതന്നോരത്ത് പൂവരസിന്നാഴത്ത് ആണാളും പെണ്ണാളും വേർപാറ്റും പകൽ നടുവിൽ പുഞ്ചതന്നോരത്ത് പൂവരസിന്നാഴത്ത് ആണാളും പെണ്ണാളും വേർപാറ്റും പകൽ നടുവിൽ മീ തളർന്നു ഈ വേനൽ ചൂടറിഞ്ഞ് ഗന്ധർവക്കുരലെരിയും മനമുരുകും രാമക്കുയിലിനെ വീശിയുണർത്തും നല്ലോല കാറ്റ് കാറ്റ് തകൃതി കാറ്റ് തിരുതകൃതി തിരുതകൃതി കാറ്റ് തെക്കന്നം പാറി നടന്ന് വടക്കന്നമൊരു ഞാലാണ് ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതി കാറ്റ്. കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും ആടിക്കാർ മുകിലിനയാട്ടും തിരുതകൃതി കാറ്റ് തെക്കന്നം പാറി നടന്ന് വടക്കന്നമൊരു ഞാലാണ് ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതി കാറ്റ്. കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും ആടിക്കാർ മുകിലിനയാട്ടും തിരുതകൃതി കാറ്റ്. പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു നല്ല പാട്ടായിരുന്നു. അപ്പോൾ പ്രകൃതിയുടെ ഏത് ഭാവമാണ് ഇഷ്ടം? ചിലർക്ക് മഴ ഇഷ്ടമാണ്, കാറ്റ് ഇഷ്ടമാണ്, അധികം വെയിലില്ലാത്ത ക്ലൈമറ്റ് ഇഷ്ടമാണ്, മഞ്ഞ് ഇഷ്ടമാണ്. സ്വാതിക്ക് ഏതാ ഇഷ്ടം? മഴയാണ്. മഴയത്ത് എന്ത് ചെയ്യും? മഴയത്ത് എന്ത് ചെയ്യാനാണ്? മഴ നനയാൻ ഇഷ്ടമുള്ളവരുണ്ട്, വെറുതെ ഇങ്ങനെ മഴ കണ്ടിരിക്കാൻ, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. എന്ത് ചെയ്യാനാണ് ഇഷ്ടം? മഴ നനയാനും ഇഷ്ടമാണ്, കട്ടൻ ചായ കുടിക്കാനും. അതുണ്ടല്ലേ, നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിന്റെ കാര്യം ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം. എനിക്കും മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയിൽ ഐസ്ക്രീം പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മഴയത്ത്. പിന്നെ മഴയത്ത് ഈ പക്കോറാസ് ഒക്കെ ഇല്ലേ, பட்டாணி இல்ல சார், பக்கோடாஸ். பக்கோடாஸ், அப்புறம் வந்து சூடான வேர்க்கடலை, முறுக்கு. മുറുക്ക് എപ്പോഴും പിടിക്കും, അതനാല ഡൗട്ട് ഇല്ല. നന്നായിട്ടുണ്ടായിരുന്നു സ്വാതി, നൈസ് സിംഗിങ്, നല്ലൊരു പാട്ട്. സ്വാതിയുടെ വോയിസ് ആസ് ഇൻ വാസ് ക്ലീൻ ത്രൂ ഔട്ട്. കുറച്ച് ഇത്തിരി സ്ട്രെയിൻ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് പിച്ചിങ് വാസ് നൈസ്. ചരണം കഴിഞ്ഞിട്ടൊരു ചരണത്തിൽ ഒരു ഫിനിഷിങ് പാടുന്നില്ലേ, അതെന്താ ഒന്ന് പാടുവോ? മെയ് തളർന്നു തീവേനൽ ചൂടറിഞ്ഞ് ഗന്ധർവക്കുരലെരിയും മനമുരുകും രാമക്കുയിലിനെ വീശിയുണർത്തും നല്ലോല കാറ്റ് കാറ്റ് തകൃതി കാറ്റ് തിരുതകൃതി തിരുതകൃതി കാറ്റ്. ഇത് കഴിഞ്ഞിട്ട് റിതം സെക്ഷനായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു റിതം വൈസും ഒരു പോസ് കൊടുത്തിട്ട് ഒന്നും കൂടി പല്ലവി തുടങ്ങായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് ഓവർ കിട്ടിയാന്. തുടങ്ങാം, പാടാം. യാ, അതിനൊരു അരുതി പോലെ വായിക്കോ? അതെ. ആണാളും പെണ്ണാളും വേർപാറ്റും പകൽ നടുവിൽ നീ തളർന്ന് തീവേനൽ ചൂടറിഞ്ഞ് ഗന്ധർവക്കുരലെരിയും മനമുരുകും രാമക്കുയിലിനെ വീശിയുണർത്തും നല്ലോല കാറ്റ് കാറ്റ് തകൃതി കാറ്റ് തിരുതകൃതി തിരുതകൃതി കാറ്റ്. തെക്കന്നം പാറി നടന്ന് വടക്കന്നമൊരു ഞാലാണ് ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകൃതി കാറ്റ്. കടലലയിൽ തിരനീട്ടും
മലമുകളിൽ കുളിരൂട്ടും ആടിക്കാർ മുകിലിനയാട്ടും ധീരതകൃതി കാറ്റ്. സൂപ്പർ. സി ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നില്ലേ? അതൊരു മൊനോട്ടനസ് ആയിട്ട് പാടി ചരണം കഴിഞ്ഞോ അല്ല പല്ലവി തുടങ്ങിയോ എന്ന് പറഞ്ഞൊരു ആംബിഗ്വിറ്റി കളയുമായിരുന്നു. നല്ല സിംഗിങ് സ്വാതി. ആൻഡ് ഇതേപോലെ ഈ ചരണം കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഫിനിഷിങ്ങും എന്തെങ്കിലും ജാഗ്രത അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു 3 പ്രാവശ്യം ഫെയ്ഡ് ഔട്ടോ അല്ല ഇവരുടെ കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട്. ഓക്കെ, സോ ഗുഡ് സിംഗിങ് സ്വാതി, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ. നല്ല ആർക്കസ്ട്ര ഉണ്ടെങ്കിൽ അത് നമ്മൾ பயன்படுத்தணும். അത് നല്ല പിച്ചാണ്, നല്ല പാട്ട്, നന്നായിട്ട് പാടി. നൈസ്, ഗുഡ്. താങ്ക് യു സർ. നാദർഷിക. സ്വാതി, വേറെ സിനിമ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. ഗാനങ്ങളൊക്കെ പാടാറുണ്ട്. ഏതൊക്കെ പാട്ടാ പാടാറ്? ദീനദയാലോ പാടാറുണ്ട്. വേറെ അല്ലാതെ നോർമൽ ലൈറ്റ് സോങ്സ് ഏതാ പാടാ? ഞാനൊരു റെഫറൻസ് പറയട്ടെ. ഒരു പാട്ടുണ്ട്, പാടിയ സ്റ്റേജിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ട്. എന്റെ പാടത്ത് സ്വപ്നം വിത, എല്ലാരും പാടത്തെ സ്വർണം വിളച്ചു, എന്റെ പാടത്തെ സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. അത് പ്രാക്ടീസ് ചെയ്ത് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും, നല്ല ത്രോ ഉണ്ടാവും വോയിസിന്. ഇതൊക്കെയാണെങ്കിൽ മറന്നു കിടക്കുന്ന പാട്ടാണ്. ശരിക്ക് സ്വാതി പരീക്ഷിച്ച് നോക്കിയോ ഇനി അടുത്ത സ്റ്റേജിൽ. വെറുതെ ചുമ്മാ പറഞ്ഞാട്ടാ, ചുമ്മാ ഞാൻ പറഞ്ഞത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ചിലപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും, ഫലം കണ്ടില്ലെങ്കിൽ തല്ലരുത്, അത്രേ ഉള്ളൂ. ഏതായാലും നന്നായിട്ട് പാടി. ഇന്നത്തെ പെർഫോമൻസ് നന്നായിരുന്നു. മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, നമ്മൾ പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. താങ്ക് യു അക്ക. ഇനി മാർക്സ് ചോദിക്കാം നമുക്ക് അല്ലേ? ശരി. മഹതി മാം, ഔട്ട് ഓഫ് 30? 28. കുപ്പുസ്വാമി സർ? ഞാനും അതെ 28. നാദർഷിക? ഞാനും അതെ 28. താങ്ക് യു ജഡ്ജസ്. 90-ൽ 84 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്, വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. അപ്പം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് തന്നെ പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സ്വാതിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അടുത്തതായിട്ട് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. എന്താണെന്നറിയാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വേഗം തിരിച്ചു വരും. ഓൺ മിന്ന മിനുങ്ങ്, പവർഡ് ബൈ ലക്ഷ്മി ജുവലറി. അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാട് ബാമ്പേ, എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, ആടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, കാവിനിളം ബാമ്പേ, പകനാരുടെ മുല്ലത്തറയിൽ വന്നാടാട് ബാമ്പേ, പകനാരുടെ മുല്ലത്തറയിൽ വന്നാടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, ആടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, കാവിനിളം ബാമ്പേ, നാല് കാല് പന്തലിൽ വന്നിട്ടാടാട് ബാമ്പേ, നാല് കാല് പന്തലിൽ വന്നിട്ടാടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, ആടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, കാവിനിളം ബാമ്പേ, മഞ്ഞപ്പൊടി വാരി വിതറിക്കൊണ്ടാടാട് ബാമ്പേ, മഞ്ഞപ്പൊടി വാരി വിതറിക്കൊണ്ടാടാട് ബാമ്പേ, ആട് ബാമ്പേ ആടാട് ബാമ്പേ, ആടാട് ബാമ്പേ, ആട് ബാമ്പേ
കാവിനിളം പാമ്പേ പാലും നൂറും കണ്ടിട്ടാണോ ആടാട് പാമ്പേ പാലും നൂറും കണ്ടിട്ടാണോ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ പാലും നൂറും കണ്ടിട്ടാണോ ആടാട് പാമ്പേ പാലും നൂറും കണ്ടിട്ടാണോ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ പാലച്ചോട്ടിൽ വന്നിട്ടങ്ങ് ആടാട് പാമ്പേ പാലച്ചോട്ടിൽ വന്നിട്ടങ്ങ് ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ പാമ്പിന്റെ ആട്ടം കണ്ടാൽ ഞങ്ങളും ആടു പാമ്പേ പാമ്പിന്റെ ആട്ടവും കണ്ടാൽ ഞങ്ങളും ആടു പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിനിളം പാമ്പേ എല്ലാ സംഗീതവും നാം ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷെ നാടൻ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം താളം പിടിക്കാൻ, ഒന്ന് നൃത്തം ചെയ്യാൻ ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. മനോഹരങ്ങളായ നാടൻ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പക്ഷെ നമ്മൾ വീണ്ടും കാണും മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജുവലറി. ഗുഡ് നൈറ്റ്.